നമസ്കാരം. രഞ്ജിത്ത് ഡയറീസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മണ്ണിറ വാട്ടർഫോൾസിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പനി കാരണമാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരേണ്ടതൊക്കെ വഴി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പത്തനംതിട്ടയിലെ കോന്നി എന്ന സ്ഥലത്തു നിന്ന് തണ്ണിത്തോട് പോകുന്ന വഴിക്കാണ് ഈ മണ്ണിറ വാട്ടർഫോൾസ് ഉള്ളത്. നമ്മൾ തണ്ണിത്തോട് പോകുന്ന വഴിക്ക് മുണ്ടോമുഴി എന്ന ജംഗ്ഷൻ വരും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ അടവി കൊട്ടവഞ്ചിയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കൊട്ടവഞ്ചിക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ കോന്നി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മെഡിക്കൽ കോളേജ് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് പോകണം. ഒരു പാലം കയറി ഇറങ്ങി വരുമ്പോൾ സ്ട്രേറ്റ് തന്നെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ജംഗ്ഷൻ കണ്ടില്ല, കുരിശ്ശേരിയൊക്കെയാണ്. കുരിശ്ശേരിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് തണ്ണിത്തോട് പോകുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി. ഈ മണ്ണിറ വാട്ടർഫോൾസ് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ മുണ്ടോമുഴി എന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നതാണ് തണ്ണിത്തോട്. സ്ട്രേറ്റ് കിടക്കുന്ന റോഡ് വന്നാണ് നമ്മുടെ അടവി കൊട്ടവഞ്ചി സവാരിയൊക്കെ നടത്തുന്നത്. കൊട്ടവഞ്ചി സവാരിയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് ഒരു 1-2 കിലോമീറ്റർ, 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ മണ്ണിറ വാട്ടർഫോൾസ് ഉള്ളത്. വഴി കുറച്ച് മോശമാണ്. ഈ നമ്മൾ തണ്ണിത്തോട് പോകുന്ന റൂട്ട് നല്ലതാണ്. ഈ മുണ്ടോമുഴി ജംഗ്ഷനിൽ നമ്മൾ ഈ കൊട്ടവഞ്ചി സഫാരി പോകുന്ന ആ റൂട്ട്, ഈ മണ്ണിറ വാട്ടർഫോൾസ് റോഡ് കുറച്ച് മോശമാണ്. അപ്പോൾ വാഹനം ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് തന്നെ പോവുക. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കിടയ്ക്ക് ഫോറസ്റ്റിൻ്റെ സ്ഥലങ്ങളൊക്കെ വരും. അപ്പം പറയാനുള്ള കാര്യം, ഫോറസ്റ്റിനകത്തൊന്നും അനധികൃതമായിട്ടൊന്നും ആരും കയറാതിരിക്കുക. അപ്പോൾ ഇപ്പം നേരെ നമ്മൾ ഏകദേശം ഫോറസ്റ്റിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് താഴെ. അപ്പോൾ ഇവിടെ ഫുള്ള് തേക്കാണ്, നട്ട് വളർത്തിയേക്കും തേക്കായത്. അപ്പോൾ ഈ ഭാഗത്തൂടെ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിക്കുക. അപകടം പിടിച്ച വഴിയാണ്. കാണുമ്പോൾ നമുക്ക് അപകടമൊന്നും പിടിച്ചല്ല, ലേസിയായിട്ട് പോകാമെന്ന് കരുതും. പക്ഷേ അത്യാവശ്യം കയറ്റമുണ്ട്, കുറച്ച് അപകടം പിടിച്ച വഴി കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ അനധികൃതമായിട്ട് ഫോറസ്റ്റിലോട്ടൊന്നും കയറാതിരിക്കുക.
വീടിൻ്റെ അപ്പുറമല്ല ഫോറസ്റ്റ് ഏരിയ. കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ ഇനി റോഡ് കാണിച്ച് നമ്മൾ ഫോറസ്റ്റിലും കൂടിയാണ് ഇനി പോകുന്നത്. ഇനി അങ്ങനെ മനുഷ്യവാസ മേഖലയൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ യാത്രയൊക്കെ സൂക്ഷിച്ചാണ് പോകാൻ. ഇടയ്ക്ക് ഉറങ്ങിയൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് ആന സാധ്യതയുണ്ട്. ബോർഡ് ചെയ്തിട്ടുണ്ട് വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് വരാൻ സാധ്യത. വാഹനത്തെ ശ്രദ്ധിക്കാൻ ചെയ്തിട്ടുണ്ട്. ബോർഡൊക്കെ വണ്ടി സ്പീഡിലൊന്നും പോയത് വളരെ പതുക്കെ ഡ്രൈവ് ചെയ്യും. പണ്ടത്തെ റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത്. ഇപ്പം നല്ല റോഡുകൾ. ഈ ഭാഗത്തിൽ 1-2 വീടുകളുണ്ട് ഈ താഴ്ചയായിട്ട്. കാണിക്കാൻ വീടുകൾ അവിടെ ജോലി താഴെ ഒരു 2-3 വീടുകളുണ്ട്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്ന വീഡിയോ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വീട് പോകുന്നില്ല. ഫുള്ള് ഫോറസ്റ്റിൻ്റെ അവിടെ തേക്കെല്ലാം വെട്ടിമുറിച്ചു. അവിടെ തേക്കായിരുന്നു. ഇവിടെ ഫുള്ള് തേക്ക് കൃഷി ഇവിടെ ചെയ്തേക്കുന്നത്. ഫോറസ്റ്റ് തേക്കൊക്കെ അവിടുത്തെ കഴിഞ്ഞ് തേക്കെല്ലാം വെട്ടിയെടുത്ത് പുതിയ തേക്കുകളിൽ അവിടെ നട്ടിട്ടുണ്ട്. തേക്കിൽ ഏകദേശം ആയിട്ടുണ്ട്. 3-4 അടി ഉയരത്തിൽ തേക്കില്ല. ഇപ്പം നല്ലൊരു റൂട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റൂട്ട്. നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ കുടുംബശ്രീയുടെ ഒരു കഫറ്റേരിയ ഉണ്ട്. ചെറിയ ചായക്കടയുണ്ട്. ഇച്ചിരി ഊണൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഫുഡ്, അതിശയം നല്ല ഫുഡ്. നമുക്ക് അവിടെ കയറി ചായ കുടിച്ചിട്ട് നിൽക്കാൻ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ കുടുംബശ്രീ നടത്തുന്നൊരു ചെറിയ കഫയുണ്ട്. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ വൈകുന്നേരം 4 മണിയായതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും നമുക്ക് അവിടെ കയറി നിന്ന് ചോദിക്കാം. ചായ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഈ ചായ കുടിക്കാനുണ്ട്. ഫുഡ് വല്ലതും കഴിക്കാനുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കയറെല്ലാം കെട്ടിയിട്ടേക്കുക. വാഹനങ്ങളൊന്നും അകത്തോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടിയായിരിക്കണം. അല്ലെങ്കിൽ അനധികൃതമായിട്ട് ആരും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കണം. അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഈ കഫേയുടെ തൊട്ടടുത്തൊരു ബാംബു ഹട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ കയറി നമുക്ക് ബാംബു ഹട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ കഫേ ചോദിച്ചത്. അപ്പം റേറ്റ് പറഞ്ഞത് 3000 രൂപയാണ് ഒരു ദിവസത്തേക്കെന്നാണ് പറഞ്ഞത്. ഭക്ഷണമില്ല. ഭക്ഷണം നമ്മൾ എക്സ്ട്രാ അവിടെ ഈ കഫേയിലാണ്ട് അവരത് നമുക്ക് ഭക്ഷണം അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പം മുമ്പോട്ട് വന്നു. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങാൻ സാധ്യത സ്ഥലമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇതാണ് മുണ്ടോമൊഴി എന്ന് പറഞ്ഞ ജംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്നത് തണ്ണിത്തോട് പോകുന്ന വഴിയാണ്. നമ്മൾ നേരെയാണ് പോകുന്നത്. അപ്പോൾ നേരെ പോയി നമുക്ക് കൊട്ടവഞ്ചി ആ ഭാഗത്ത് എത്താൻ പറ്റും. നമ്മൾ ഈ അടവി ഇക്കോ ടൂറിസം അതേപോലെ കൊട്ടവഞ്ചിയൊക്കെ ഈ ഭാഗത്താണ്. കൊട്ടവഞ്ചി ഭാഗത്തോട് നമ്മൾ ഇറങ്ങുന്നില്ല. പോകുന്ന വഴിക്ക് നമ്മൾ കാണിച്ചു തരാം. ഇതെല്ലാം പ്രൈവറ്റ് ലാൻഡൊന്നുമല്ല. ഇതെല്ലാം സർക്കാർ ഭൂമിയാണ്. ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അനധികൃതമായിട്ട് ഫോറസ്റ്റിനകത്തൊന്നും കയറരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. നേരെ കൊട്ടവഞ്ചി സവാരി ഇവിടെയാണ്. അതായത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. അതാണ് കൊട്ടവഞ്ചി സവാരിയുടെ സ്ഥലം. അവിടെ പോയി ഇന്ന് കൊട്ടവഞ്ചി സവാരി എടുക്കും. കൊട്ടവഞ്ചി എടുക്കാം. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. കൃത്യമാണ്. തിങ്കളാഴ്ച സൗകര്യം.
അടുത്ത് ഈ ബാംബു ഹട്ടുണ്ട്. അപ്പോൾ ബാംബു ഹട്ടിൽ ഒരു ദിവസത്തേക്ക് 3000 രൂപയാണ് ചാർജ് എന്ന് പറഞ്ഞത്. ഫുഡില്ല, ഫുഡ് അവിടെ കുടുംബശ്രീ കഫേ ഉണ്ട്. അപ്പോൾ ഫുഡിൽ അവർ അറേഞ്ച് ചെയ്ത് തരും. ഫുഡിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ അത് താമസിക്കാൻ താല്പര്യമുള്ളവർ ബുക്ക് ചെയ്ത് വെബ്സൈറ്റിലുണ്ട്, വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതെല്ലാം ഫോറസ്റ്റിൻ്റെ ഏരിയയിലാണ്. ഒരു ചെറിയ 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 വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണും. കണ്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫോറസ്റ്റുകാർ വല്ലതും വന്നു കഴിഞ്ഞാൽ അനധികൃതമായിട്ട് കയറി പ്രശ്നങ്ങളുണ്ടാകും. ഫോറസ്റ്റ് മണ്ണിര സ്ഥലത്ത് ജനതാമസ മേഖലയാണ്. ഫോറസ്റ്റിനകത്താണെങ്കിലും ആൾ താമസമില്ല. റോഡ് കുറച്ച് മോശം. റോഡ് ശരിയാക്കി കാണുന്നത് ഫോറസ്റ്റ് ഓഫീസാണ്. സൈഡ് ഫെൻസിങ് ആണ്. സൈഡ് ഇത് ആനയെന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഫോറസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഫെൻസിങ്. ചെക്ക് പോസ്റ്റ് ഇതാണ് പാർക്കിംഗ് സ്പേസ്. അപ്പോൾ നമുക്ക് വണ്ടി ഇങ്ങോട്ട് ഇടാം. പാൻ പാർക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടിടണമെങ്കിൽ ഇടാം. നമ്മളിപ്പോൾ പാൻ പാർക്കിലോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ തന്നെ ഇപ്പോൾ ഇങ്ങോട്ട് ഈ പാർക്കിലോട്ട് പോകും. ഇതിന്റെ പണി നടന്നത് അതെ. ഞങ്ങളിവിടെ വണ്ടി ഇട്ടു. അപ്പോൾ ഇവിടെ പാൻ പാർക്കുണ്ട്. അതിൻ്റെ ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രൗണ്ടുണ്ട്, ഒരുപാട് വാഹനങ്ങളൊക്കെ പാർക്ക്. അപ്പോൾ നമ്മൾ മണ്ണൂർ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് സൈഡിൽ കൂടെ കാണാം. വെള്ളം കാണാം. ഈ ഫോറസ്റ്റിനുള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് കുളിക്കാനൊക്കെ ഇറക്കുമ്പോൾ ശ്രദ്ധ വേണം. ചില ഇവിടുത്തെ എൻ്റെ ഈ കടയിലെ തോർത്തൊക്കെ കിട്ടും. അതല്ല ഇവിടുത്തെ തോർത്ത്. നോ പാർക്കിങ് അവിടെ വാഹനം ഇവിടെല്ലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഇതാണ് വെള്ളച്ചാട്ടം. നേരത്തെ ഇത്ര സ്പേസ് ഒന്നും ഇല്ലായിരുന്നു, നേരത്തെ പണ്ടൊന്നും. ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇത്, ഈ സൈഡ്. ഇപ്പോൾ എന്തോ ഇതെല്ലാം ശരിയായിക്കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം നശിപ്പിക്കാനെ കൊണ്ട് എന്തോ കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നതിന് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്.
മിക്കവാറും ഭാവിയിൽ ഇവിടെ അത് ഫീസ് വാങ്ങിക്കാനുള്ള പരിപാടിക്കായിരിക്കണം. അപ്പോൾ ഇവിടെ വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മഴ സമയത്ത് വെള്ളം അധികമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഈ സൈഡിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കുളിക്കാം, യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. തൊട്ട് താഴെ ഒരു കടയാണ്, അവിടെ നിന്ന് തോർത്തൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൊണ്ടത് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു തന്നെ വേണം. അപ്പോൾ അവിടെ കണ്ടില്ല മദ്യക്കുപ്പിയൊക്കെ കിടപ്പുണ്ട്. അതൊന്നും അങ്ങനെയൊന്നും കാണിക്കാതെ നല്ല രീതിക്ക് വരിക, നമ്മളെ പ്രകൃതി നശിപ്പിക്കാതെ നമ്മൾ ആസ്വദിച്ചിട്ട് പോകും. കുപ്പിച്ചെല്ലാം കിട്ടുന്നുണ്ടോ ആ ആവശ്യത്തിന്? ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ദിസ് ഈസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.